ഇത് വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. കുരുക്കഴിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം സർക്കാർ നടത്തുമ്പോൾ ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പിന് വേണ്ടി BJP ശ്രമിച്ചു. അതിൽ നിന്ന് തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് മറ്റു ചിലർ ശ്രമിച്ചു. ഇപ്പോൾ BJPയുടെ തെറ്റായ രീതി എങ്ങനെ ഒരു ജനതയെ അവരുടെ ഏറ്റവും ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ദുരുപയോഗപ്പെടുത്തി അവരെ തെറ്റായ വഴിക്ക് നയിക്കുക, അതുവഴി തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുക. ഇപ്പോൾ കുറേ കൂടി സങ്കീർണമായി. ഏത് വഖഫ് ബോർഡാണ് ഇനി വരിക? ഏത് വഖഫ് ട്രിബ്യൂണലാണ് തീരുമാനമെടുക്കുക? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങളിലേക്ക് പോവുക എന്ന കുറേ കൂടി സങ്കീർണമാക്കൽ മാത്രമാണ് BJP ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ ബില്ല് ചെയ്യുന്നത്. മുനമ്പൻ നിവാസികൾക്ക്, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായിട്ടുള്ളൊരു പരിരക്ഷ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. അവിടെയുള്ള ബൊണഫൈഡ് ആയിട്ടുള്ള ഒക്യുപ്പൻസിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള ശുപാർശകൾ ആ കമ്മീഷൻ സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ കറുപ്പും വെളുപ്പും പോലെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. സങ്കീർണമായ പ്രശ്നം പരിഹരിക്കാൻ കഴിയണം. ഈ നിയമം യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വർഗീയ താല്പര്യങ്ങളാണ്. അത് ഭരണഘടനാ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള ഒന്നാണെന്ന് കുറേ കൂടി വ്യക്തമായിരിക്കും.